പക്ഷെ വരുന്ന ആൾക്കാർ ഇത് വേണമെങ്കിൽ കാണിച്ചോ, വരുന്ന ആൾക്കാർ ചെയ്ത പണിയുണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവിടെ കാണിച്ചു. ദയവേത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന സ്നഗ്ഗിയും വിസ്പറും ബിയറും കാര്യങ്ങളും ബോട്ടിലും ഒന്നും ഇടാതെ നോക്കുക. വെൽക്കം ടു ചിക്മംഗ്ലൂർ. ഞങ്ങൾ സാറ്റലൈറ്റ് റിംഗ് റോഡിൽ കൂടി മതികര ചിക്മംഗ്ലൂരിലോട്ട് പോവുകയാണ്. ഷിജിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ വിവേകുണ്ട്, അർജുനുണ്ട്. അർജുനെ, ട്രിപ്പ് അടിച്ച് വിളിക്കണ്ടേ? ഇപ്പം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയത് ഡിസംബർ ഏത് വർഷം? അത് 2023 പോയി. ഇതിലാരൊക്കെ എമ്പുരാൻ കണ്ടേ? എമ്പുരാൻ കണ്ടു, 2 തവണ കണ്ടു. നീ എമ്പുരാൻ കണ്ടോ? പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എന്നാലും ഇതിൻ്റെ ആ പടത്തിന് മേളിൽ ഞാൻ 2 പടം വെക്കുവാണെങ്കിൽ, ഒന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഒന്ന് റൈഫിൾ ക്ലബ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. റൂം കൊള്ളാം അല്ലേ? ഓപ്പണായിട്ട് കാണാം. എനിക്കത് ഫോറസ്റ്റ് ആയതുകൊണ്ട് കാണും. ആഹാ, വെളി കണ്ടോണ്ട് വെളിക്കിരിക്കാവല്ലോ. കൊള്ളാം. അപ്പോന്ന് പറഞ്ഞേ എന്നാ കൊറിയ റൊട്ടിയോ? കൊറിയ റൊട്ടി ഈ സംഭവം ഇങ്ങനെ നമ്മുടെ ദോശ നല്ല റോസ്റ്റ് പോലെ എടുത്തോലുണ്ട് അല്ലേ? ഇതാണ് സംഭവം, കണ്ടോ? അങ്ങനെ ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നടന്നു പോയാൽ മതി. നല്ല ഓഫ് റോഡാ അല്ലേ? ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഒട്ടും പറ്റാത്തൊരു ചെരുപ്പാ, ലെതറിൻ്റെ. പൊക്കോ പൊക്കോ പൊക്കോ. എക്സ്പീരിയൻസ് എനിക്കിഷ്ടായി. ജംഗിൾ പൊലി, വെള്ളം പൊലി. എന്താ പറയുന്നുള്ളത് വിവേക? പറയൂ. പാർക്കിൽ നല്ല തെന്നലുണ്ട്. ഊട്ടി പോകുന്ന സൂക്ഷിച്ച് പിടിച്ച് പോകണം. ഒറ്റനോട്ടത്തിൽ കാണുന്നതനുസരിച്ച് അങ്ങ് ചാടി പോയില്ലേ, അത് ശ്രദ്ധിക്കണം. നല്ല പാടാണ്. അല്ല, ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം ഞാൻ ഫീൽ ചെയ്ത് വെച്ചാൽ, ചില സ്ഥലത്ത് തീരെ തെന്നലില്ല. അപ്പൊ നമ്മൾ കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് നടന്നു പോകും. പക്ഷെ ചില പെട്ടെന്ന് തെന്നലും വരും. തെന്നലുള്ള സ്ഥലത്ത് നല്ല തെന്നലാണ്. അർജുൻ എന്തെങ്കിലും പറയാനുണ്ടോ? തെന്നല് റിസ്കാ, ഒന്ന് തെന്നിയാ കാലൊടിഞ്ഞ്. പക്ഷെ വരുന്ന ആൾക്കാർ ഇത് വേണമെങ്കിൽ കാണിച്ചോ, വരുന്ന ആൾക്കാർ ചെയ്ത പണിയുണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവിടെ കാണിച്ചു. ദയവേത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന സ്നഗ്ഗിയും വിസ്പറും ബിയറും കാര്യങ്ങളും ബോട്ടിലും ഒന്നും ഇടാതെ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്നിടത്ത് ജസ്റ്റ് പറയാം, ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. നല്ല സ്ലിപ്പാകുന്നുണ്ട്, പക്ഷേ ഓപ്ഷനില്ല. ഇനി ഞാൻ കെയർഫുള്ളായിട്ട് ട്രക്കിങ്ങിന് പോകാൻ പറ്റുന്ന ചെരുപ്പോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി വരാം.
ഞങ്ങളിതേ തിരിച്ച് പോവാണ്. ഏതായാലും വാട്ടർഫോൾ വന്നത് ഉപയോഗമില്ലാതെ പോയില്ല, എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളിതേ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ചതിന് ശേഷം അടിപൊളി സ്ഥലം കേട്ടോ. വേറെ വലിയ ആൾക്കാരോ ബഹളോ ഒന്നുമില്ല. നല്ല റിലാക്സ് ചെയ്ത് വന്നിരിക്കാം. ഫ്രണ്ട്സൊക്കെ ഇത് മാത്രമായിട്ട് കിടിലം സ്പോട്ട്. ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ അതോ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നേ അല്ലേ? പുള്ളിയുടെ സ്ഥലമാണ്. ഓക്കെ. ഇവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പുമാണ്. അർജുൻ പോസിങ്, ഷിജിലാണ് ഭയങ്കര ഷൂട്ടിംഗ് ആണ്. കാണിച്ചേ. സുന്ദരനെ കിട്ടി. സ്വന്തമായിട്ട് അറിഞ്ഞാൽ മതി സുന്ദരൻ. അജാസിന്റെ ബ്ലോഗ് കാണുന്ന എല്ലാ പിള്ളേർക്കും മൈ ഫോൺ നമ്പർ 7255. പറഞ്ഞു പറ. അജാസിന്റെ ബ്ലോഗ് കാണുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും മൈ ഫോൺ നമ്പർ 7255 മതി. അത്രേ ഉള്ളൂ അല്ലേ? ഞങ്ങൾക്ക് റൂമിൽ കുറച്ച് സ്റ്റാർട്ടേഴ്സ് തന്നിട്ടാ. ഇത് നാടൻ കോഴിയാണ്, ഫിഷ്. എങ്ങനെയുണ്ടോ ടേസ്റ്റ്? നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ്. ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇച്ചിരി നേരത്തെ വരേണ്ടതായിരുന്നു അല്ലേ? കുറച്ച് ലേറ്റാണ്. എടാ ഈ സ്ഥലത്തിൻ്റെ പേര് പറയാടാ. ദേവർമനെ വ്യൂ പോയിന്റ്. ഓക്കെ, ഇതാണ് ദേവർമനെ വ്യൂ പോയിന്റ്. ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് വരാം. സ്ഥലം കൊള്ളാം. ഇത് സംഭവം ശ്രദ്ധിച്ചു, ചെറിയ ഉരുളങ്കല്ലുകളോ അല്ലേ? ചെറിയ കട്ടില്ലേ? വിൻഡോസ് XPയുടെ വാൾപേപ്പറോ? ഇടയ്ക്ക് നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടേ ട്രക്കിങ്ങിനൊക്കെ പോകണം. ആരോഗ്യത്തിന് നല്ലതാണ്. ചിലർക്ക് എല്ലാ ദിവസവും നടക്കാൻ ഇതൊന്നും പറ്റില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ പോകുമ്പോൾ നമ്മുടെ ബോഡി എത്ര വീക്കാണ് അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു തിരിച്ചറിവ് എല്ലാവർക്കും നല്ലതാണ്. എനിക്ക് ശരിക്ക് പേടിയുണ്ട് എടുക്കാൻ, ഇവിടുന്ന് വല്ല തെന്നി പോകുന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അടിപൊളി വ്യൂ കേട്ടോ. ശരിയല്ലേ? മേളിലോട്ട് പോയാലോ? ഏറ്റവും വെളിപ്പാ. സൂക്ഷിച്ച് ക്യാമറ പിടിച്ചോണം. നീ വീണാലും കുഴപ്പമില്ല, ക്യാമറ വീഴരുത് കേട്ടോ. ചരലുള്ളതുകൊണ്ട് ചിലപ്പോൾ തെന്നിപ്പോവാനല്ലേ ചാൻസ് ഉണ്ട്. നമ്മൾ തിരിച്ചു പോകല്ലടാ. ഈ പാറ വേണ്ടല്ലോ. ആ പാറയിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. പാറ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശിവമാരത് ഈ ബോട്ടിൽ ഇതൊക്കെ ഇട്ട് നശിപ്പിച്ചു കേട്ടോ. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു മിനി ട്രക്കിംഗ് എന്ന് പറയാല്ലടാ. മിനിന്നും കൂടി പറയാൻ പറ്റൂല. പക്ഷേ ഫാമിലി ഒക്കെ ആയിട്ട് വരാൻ കറക്റ്റ് സാധനം. പെണ്ണുങ്ങൾക്കും അല്ലെ വയസ്സായവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് കയറാൻ പറ്റും. ഞങ്ങൾ ഇനി നേരെ സ്റ്റേ പോകുന്നു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ ഒന്ന് മറ്റേ വെള്ളത്തിൽ ചാടാം അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ ഇനി കാണാം. ഇന്ന് നമ്മുടെ പ്ലാന് എന്തൊക്കെയാ? ഫുഡ് കഴിക്കുന്നു, നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കുന്നു, നമ്മൾ സ്റ്റേ ചെയ്യുന്നു, പിന്നെ ചെക്ക് ഔട്ട് ചെയ്യുന്നു. വാട്ടർഫോൾ ഏതാ? ഓക്കെ, ഞാനത് മെൻഷൻ ചെയ്തോളാം അരിയിൽ, വീഡിയോയുടെ അരിയിൽ. വാട്ടർഫോളിന്റെ പേര് മറന്നു. വാട്ടർഫോൾ അതിന് ശേഷം നമ്മൾ പോകുന്നത് മജ്രാബാദ് ഫോർട്ട്. ആ ഫോർട്ട് സ്റ്റാർ ഷേപ്പ് ഫോർട്ടാണ്. അപ്പൊ അത് പണ്ട് പറഞ്ഞു കേട്ടത് എന്തോ ഒരു ഫ്രഞ്ച് ഡിസൈനർ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കി കൊടുത്തതെന്നാണ്. ഫ്രഞ്ച് ഡിസൈനർ വെച്ച് ടിപ്പു സുൽത്താൻ ചെയ്തെടുത്തതെന്നാണ് ഈ കേട്ടത്. അത് മറ്റേ എനിമീസിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ബ്ലൈൻഡ് സ്പോട്ട് ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ ഫയറിംഗ് നടക്കൂ. അവിടുന്ന് അങ്ങോട്ട് ഫയർ ചെയ്താൽ വാൾസിനെ ഹിറ്റ് ചെയ്യാം. അവിടെ ചെല്ലുമ്പോൾ നമുക്കത് കാണിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നിനക്ക് അറിയാവുന്നതുകൊണ്ട് നീ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വളരെ കഷ്ടം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ.